മഞ്ഞുകാലം വില്ലന്മാരാവുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. മഞ്ഞുകാലവും കാറ്റുകാലം ഒക്കെ വരുന്ന സമയത്ത് അലർജി അല്ലെങ്കിൽ ശ്വാസമുട്ട്, ചുമ എന്നിവ ഒരുപാട് കൂടുതലായിട്ട് നമ്മൾ കാണാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് നമ്മൾ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടോ? കേവലം മഞ്ഞും കാറ്റും മാത്രമാണോ നിങ്ങളുടെ അലർജിക്ക് ഒരു കാരണം? അതോ ഒരു പക്ഷേ നിങ്ങളുടെ IgE കൗണ്ട് കൂടുതലുള്ളത് കൊണ്ടായിരിക്കാം, ശരീരത്തിലെ ദഹനവ്യവസ്ഥ ശരിയില്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി, നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വളരെ കുറഞ്ഞിട്ടുള്ളത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ബോഡിയിൽ വരുന്നത്. എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ നിന്ന് നമുക്ക് മോചനം കിട്ടാം? ഇപ്പൊ നമ്മളുടെ സൈനസ് പോലെയുള്ള ഇഷ്യൂസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആയുർവേദത്തിൽ നമ്മൾ നസ്യം പോലെയുള്ള ട്രീറ്റ്മെന്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അല്ല ഗട്ട് ഹെൽത്ത് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡൈജഷൻ കൊണ്ടുള്ളതാണെങ്കിൽ നിങ്ങൾ ഡീടോക്സിഫൈ ചെയ്ത് നിങ്ങളുടെ ഡൈജഷൻ ഇംപ്രൂവ് ചെയ്തിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ അലർജിക്ക് എടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഡ്രൈനെസ് പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പൊടി പോലെയുള്ള കാര്യങ്ങൾ ഇതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രതിരോധശേഷി കുറവ് കൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ എന്നുണ്ടെങ്കിൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന രീതിക്ക് നമ്മൾ ട്രീറ്റ്മെന്റുകൾ ആയുർവേദത്തിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ശരിക്ക് റൂൾ ഔട്ട് ചെയ്തുകൊണ്ട് എന്ത് ഫാക്ട് കൊണ്ടാണ് നിങ്ങൾക്ക് അലർജി ഇഷ്യൂസ് ബോഡിയിൽ ഉണ്ടാവുന്നത് എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം ട്രീറ്റ്മെന്റുകൾ എടുക്കുക. അത് കൃത്യമായ ട്രീറ്റ്മെന്റ് എടുത്താൽ പൂർണ്ണമായിട്ടും മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും.